ചില രചന പറഞ്ഞവരെ ഇന്ന ദിവസം നമ്മൾ വായിച്ചേണ്ട സുവിശേഷ ഭാഗം ഈശോ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് ലാസറിന്റെ ഭവനത്തിലേക്ക് വരുന്നതാണ്. ഇതിന്റെ തുടക്കം തന്നെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് ഈശോ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു ഈ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ലാസർ രോഗബാധിതനായി കിടക്കുന്നത് ഈശോ അറിഞ്ഞിരുന്നു. എന്നിട്ടും ഈശോ ഈ ലാസറിന്റെ അടുത്തേക്ക് പോകാനായിട്ട് താമസിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു, ലാസർ ഉറ്റ സ്നേഹിതനായിട്ടുള്ള ലാസർ മരിച്ചതിന് ശേഷം, അവനെ സംസ്കരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. നമ്മളും പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടാനായിട്ട് ഇത്ര വൈകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ഉപവാസം എടുക്കുന്നുണ്ട്, നോമ്പ് എടുക്കുന്നുണ്ട്, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടാനായിട്ട് ഇത്രമാത്രം വൈകുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇന്നത്തെ സുവിശേഷം അതിനുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരം എന്നോണം ഈ സഭ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഇവിടെ പറയുകയാണ്, ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് ഈശോ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു. ഈ ഉറ്റ സ്നേഹിതനായിട്ടുള്ള ലാസറിന്റെ വീട്ടിലേക്ക് മരണത്തിനും അല്ലെങ്കിൽ സംസ്കാരത്തിനും 4 ദിവസത്തിന് ശേഷമാണ് ഈശോ എത്തുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്: ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം ഇടപെടുക തന്നെ ചെയ്യും. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം ഇടപെടുക തന്നെ ചെയ്യും. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്